ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 9 20-ാം അധ്യായം. പൂരുവംശവും ദൗഷ്യന്തിയായ ഭരതന്റെ വംശവും. ഇനി ചൊൽവേൻ നിന്റെ പൂരുവംശത്തിൻ കഥ ഭാരത. അതിലുണ്ടേറെ രാജർഷിമാരും ബ്രഹ്മർഷി മുഖ്യരും. പൂരു ജന്മേജയൻ പിന്നെ പ്രജിന്വാനും പ്രവീരനും നമസ്യു ചാരുപദനും യഥാക്രമ പരമ്പര. സുദ്യു പിന്നെ ബഹുഗവൻ പിന്നെ സംയാതി തൽസുതൻ അഹം യാതി. അതിൽ പിന്നെ ജാതൻ രൗദ്രാശ്വൻ എന്നൊരാൾ. ഹൃദയു പിന്നെ കുക്ഷേയു സ്തണ്ടിലേയു ഹൃദയുവും ജലേയുവും സന്തതേയു ധർമ്മസത്യം വ്രതേയുമാർ. വനേയുവും പ്രാണവായുവിൻ്റെ 10 ഇന്ദ്രിയങ്ങൾ പോൽ. രൗദ്രാശ്വനുണ്ടായ പുത്രരപ്സരസാം ഹൃദാജിയിൽ. ഹൃദയുരന്തിഭാരൻ തൽപുത്രന്മാർ സുമതി ധ്രുവർ. തൃതീയൻ അപ്രതിരഥൻ പിന്നെ കണ്വന്തദാത്മജൻ. പിന്നെ മേധാതിഥി വഴി പ്രസ്കണ്വാദിദ്വിജാതരും. പിന്നെ സുമതിരഭ്യൻ ദുഷ്യന്തനിങ്ങനെ മൂവരും. ദുഷ്യന്തനൊട്ടു ഭടരോടൊപ്പം വേട്ടയ്ക്കു പോകവേ കണ്വാശ്രമത്തിൽ കണ്ടെത്തി ലക്ഷ്മീദേവിക്കു തുല്യയായി സ്വതേജസ്സാൽ കാടുണർത്തി വിളങ്ങുന്നൊരു പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ മോഹിച്ചാൻ ദേവമായ സമാനയെ. ദർശനോല്ലാസപ്പുളപ്പാൽ ക്ഷീണം പറന്നവൻ ചോദിച്ചു കാമസന്തപ്തൻ സസ്മിതം മൃദുലസ്വരം. മനോരമേ നീയാര് ആർതന്മകൾ തണ്ടാർദലേക്ഷണേ ഈ നിർജ്ജനവനത്തിങ്കൽ എന്തുദ്ദേശിച്ചു വന്നു നീ? ഊഹിപ്പു ഞാൻ അരുവയറാളെ നീ രാജകന്യക. ഒരിക്കലും അധർമ്മത്തിൽ രമിക്കാ പൗരവാശയം. ശകുന്തള പറഞ്ഞു, കാട്ടിൽ മേനകയാൽ ത്യക്ത വിശ്വാമിത്രന്റെ പുത്രി ഞാൻ കണ്വർഷിക്കറിയാം സത്യം വീര. മദ്ധർമ്മമെന്തിനി ഇരുന്നാലും പങ്കജാക്ഷ കൈക്കൊണ്ടാലും വിരുന്നു നീ. വരിച്ചോർ ഇഷ്ടമാണെങ്കിൽ പാർക്കാം ഇവിടെയൊട്ടിടാ. ദുഷ്യന്തൻ പറഞ്ഞു, ഓമനെ നിന്റെ സൗജന്യം തികച്ചും കൗശികോചിതം. ക്ഷത്രിയ സ്ത്രീ വരിക്കുന്നു യുക്തനാം കാന്തനെ സ്വയം. ശ്രീശുകൻ പറഞ്ഞു, ശരിയെന്നോതവേ വേട്ടാൻ ശകുന്തളയെ ആ നൃപൻ. ദേശകാല വിഭാഗജ്ഞൻ ഗാന്ധർവ വിധി പോലുടൻ. അമോഘവീര്യൻ രാജർഷി അവളൊത്തന്നുവാണവൻ. പിറ്റേന്നു നാടെത്തി യഥാകാലം ഭൂജാതനായി മകൻ. വനത്തിൽ ജാതകർമാതി ചെയ്തു കണ്ണൻ യഥാവിധി. കെട്ടിത്തുടങ്ങി കളിയായുണ്ണി സിംഹങ്ങളെ ക്ഷണാൽ. ഒക്കത്ത് അദൃശ്യനാഹ ഹര്യംശജനെ പൂണ്ടു കാന്തനെ സമീപിച്ചിടിനാളെന്നൊരിക്കലാ പ്രമദോത്തമ. അദോഷരവരെ ഭൂവൻ സ്വീകരിക്കാതിരിക്കവേ സർവപ്രാണികളും കേട്ടു വിണ്ണിൽ വാക്ക് അശരീരിണി. അമ്മ പാത്രം മാത്രം അച്ഛനാരവൻ തന്നെ പുത്രനും. ശകുന്തളയെ മാനിക്കൂ പോറ്റൂ ദുഷ്യന്ത പുത്രനെ. രേതസ്സാൽ പുത്രൻ അച്ഛന്നേകുന്നു നരകമോചനം. നീ തന്നെ ഈ ഗർഭഹേതു സത്യം ചൊല്ലി ശകുന്തള. അച്ഛൻ മരിക്ക ഭരതൻ പ്രശസ്തൻ ചക്രവർത്തിയായി. ആ ഹര്യംശന്റെ മാഹാത്മ്യം കീർത്തിപ്പൂ ലോകരിപ്പോഴും. ചക്രരേഖ വലങ്കയിൽ പാദത്തിൽ പത്മകോശവും ചേരുമാ പ്രഭു. സമ്രാട്ടായ അഭിഷിക്തൻ യഥാവിധി 55 അശ്വമേധങ്ങൾ മാമതേയർഷി മുഖ്യനെ മുൻനിർത്തി ചെയ്തിതാ ഉദാരൻ. ഗംഗതൻ പുളിനങ്ങളിൽ 78 അശ്വമേധം യമുനാതീരഭൂവിലും. ഋത്വിക്സഹസ്രത്തിൽ ഓരോ പേർക്കും യജ്ഞസമാപ്തിയിൽ 13,084 പശുദക്ഷിണ. 3300 വാജിതേരുവലിക്കവേ ദേവമായാധികൻ പൂകി ഭരതൻ ഹരിതൻ പദം. മഷ്ണാരതീർത്ഥകർമ്മത്തിൽ ദാനം ചെയ്തു നൃപോത്തമൻ പൊന്നിൽ കുളിപ്പിച്ച 14 ലക്ഷം ദ്വിവേന്ദ്രരെ. ഭരതൻ പോൽ പുണ്യകർമ്മം ചെയ്തോരിൽ ഇദ്ദിനം വരെ ഉണ്ടാവാനും സാധ്യമല്ല. ദോർബലം വിണ്ണിനെ തൊടാ. ഹൂണൻ കിരാതൻ യവനൻ ആന്ധ്രൻ കങ്കൻ ഖശൻ ശകൻ മ്ലേച്ഛൻ അബ്രഹ്മണ്യരെല്ലാവരെയും വെന്നു ദിഗ്ജയി. വിണ്ണോരവെന്നു ദൈത്യന്മാർ പണ്ടൂക്കാൽ കൊണ്ടുപോകയാൽ പാതാളത്തിൽപ്പെട്ട ദേവസ്ത്രീകളും മുക്തരായുടൻ. 27,000 നാടുഭരിക്കവേ ദ്വാവാ പൃഥിവികൾക്കുള്ളിലേവരും പൂർണ്ണകാമരായി. അലംഘ്യ ആജ്ഞാശക്തി സാമ്രാജ്യശ്രീ വിപുലകീർത്തിയും പ്രാണൻ പോലും മിഥ്യയായി കണ്ടുപേക്ഷിച്ചാൻ മഹാശയൻ. വിദർഭജകളാം 3 പത്നിമാർ കൊന്നു മക്കളെ. തനിക്ക് അവരതുല്യന്മാരെന്നു ഭർത്താവു ചൊല്ലവേ വംശനാശം തടയുവാൻ മരുസ്തോമം യജിക്കവേ. ദാനം ചെയ്തു മരുദേവൻ ഭരദ്വാജാഖ്യപുത്രനെ. പണ്ടു ഗർഭിണിയാം ഭ്രാതൃപത്നിയെ ഗുരുപൂണവേ എതിർത്ത ഗർഭസ്ഥൻ ശബ്ദൻ പുറന്തള്ളീതതിന്ദ്രിയം.
ഭർതൃഭിയാൽ മമതയാൽ തുടർന്നു ഗുരുവാരുമേ ഉപേക്ഷിതന്നു പേരിട്ടു പാടി ദേവകൾ തൽക്ഷണം. ഭരമൂഢേ ദ്വാജനെ ഭര നീ ഗുരോ. പിതാക്കളേവം കൈവിട്ടു ഭരദ്വാജാഖ്യനായിവൻ. സുരരേവം തടഞ്ഞിട്ടും അവൻ വിദധനെന്നവൾ വെടിഞ്ഞപ്പോൾ കാത്തസുരർ ഭരതന്നേകി. സുരരേവം തടഞ്ഞിട്ടും അവൻ വിദധനെന്നവൾ വെടിഞ്ഞപ്പോൾ കാത്തസുരർ ഭരതന്നേകി പുത്രനായി. സുരരേവം തടഞ്ഞിട്ടും അവൻ വിദധനെന്നവൾ വെടിഞ്ഞപ്പോൾ കാത്തസുരർ ഭരതന്നേകി പുത്രനായി. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.